ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഡിഷ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല എരിവും ഉപ്പും പുളിയും മധുരവും ഒക്കെയുള്ള നല്ല അടിപൊളി, നിങ്ങൾ ആരും കൂട്ടാത്ത സൈസുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മീൻ ഫ്രൈ അല്ല കേട്ടോ, വെറും വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ ഇത് രണ്ട് വഴുതനങ്ങ വെച്ചിട്ട് നമുക്കൊരു ഫ്രൈ ആക്കാം. അപ്പോൾ എല്ലാവർക്കും എന്നോട് ദേഷ്യം എന്നറിയാം, കാരണം ഞാൻ പറഞ്ഞത് നല്ല മീൻ ഫ്രൈഡ് അല്ല, നല്ല എരിവും ഉപ്പും പുളിയൊക്കെയുള്ള നല്ല മീൻ ഫ്രൈഡ് അല്ലേ. പറഞ്ഞിട്ട് എന്താ കാര്യം, മീനും ഇല്ല ഉപ്പും ഇല്ല പുളിയും ഇല്ല. അപ്പം നമുക്കിത് ഇത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും വീഡിയോയിലേക്ക് നോക്കിയോ. അപ്പോൾ ഇത് നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ഈ വഴുതനങ്ങ അത് ഇങ്ങനെ കുറച്ച് വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇവിടുത്തെ നാടൻ വഴുതനങ്ങ കേട്ടോ, വലിയ ഗുണമൊന്നുമില്ല, എന്നാലും നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നല്ലോണം വലിപ്പം വേണം കേട്ടോ, എന്നാലും കേട്ടോ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതേ നമുക്ക് ചെറിയ 2 കഷ്ണം പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേ അത് ഇങ്ങനെ തോല് കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അതേ 2 കഷ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. ഒരുപാട് ഇഞ്ചിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് അത്രയല്ലേ വഴുതനയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇഞ്ചി കഷ്ണമൊന്നും വേണ്ട. അപ്പോൾ അതേ ഇങ്ങനെ ഒന്ന് തോല് കളഞ്ഞ് എടുക്കണം. അത് കഴിഞ്ഞതാ ഇങ്ങനെ എടുത്ത് കണ്ടോ, അരിഞ്ഞിട്ട് ഇഞ്ചി കഷ്ണം ചെറുതായി പോയി, അത് വേറെ കാര്യം. പക്ഷെ നമുക്കത് മതി തൽക്കാലം. അതേ നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചാട്ടോ, എല്ലാവർക്കും ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് നോക്കിയിട്ട് അധികമായി തിന്നാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി കുറച്ച്. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടോ, അത്യാവശ്യം വെള്ളം വെച്ചിട്ട് കൊടുക്കാം. നല്ല മിക്സായിട്ടുണ്ട്, നല്ലപോലെ മിക്സാണ് കേട്ടോ. ഇതിങ്ങനെ കട്ടി ഉണ്ടെങ്കിലാണ് ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ അതേ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അതേ നമ്മൾ ഇത് 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നോക്കാം. അപ്പോൾ അതേ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഇതിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, നല്ലോണം ചൂടാവണ്ടേ. അപ്പം അതിന് വേണ്ടി അപ്പോൾ നല്ലപോലെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തത് ചൂടാകാൻ വേണ്ടി വെക്കാം. മിണ്ടാതിരിക്കട പട്ടികളെ, കുറേ പട്ടികൾ അവിടെ നിന്ന് ഒച്ചയാക്കണ്ട. അപ്പോൾ പട്ടികളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ, പട്ടികളായതുകൊണ്ടാട്ടോ പട്ടികളെന്ന് വിളിച്ച്. ചേട്ടന്മാരാണെങ്കിലേ ചേട്ടന്മാരെന്ന് വിളിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണേ, ഒന്നും വിചാരിക്കണ്ട. അതേ പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. കയ്യിലേക്കും കാലിലേക്കൊക്കെ വെളിച്ചെണ്ണ ചാടാതെ ശ്രദ്ധിക്കണം. ആർത്തി മൂത്ത് വെളിച്ചെണ്ണയിലേക്ക് എടുത്ത് ചാടരുതാരും. അതേ നല്ലപോലെ വന്നിട്ടുണ്ട്. അതേ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. പണ്ടാരം ചൂടായി എന്ന് വിചാരിച്ചേട്ടാ ഞാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചൂടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. പതുക്കെ പതുക്കെ ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ മുങ്ങേണ്ടവർ മുങ്ങും, അല്ലാത്തവർ കരക്കിയിരിക്കും. കണ്ടല്ലോ, ഇതാ ഇതുപോലെ ഇങ്ങനെ പൊരിച്ചെടുക്കണം. കണ്ടോ, എന്നിട്ട് നമുക്കിങ്ങനെ അത് വെന്ത് കഴിയുമ്പോൾ തിന്നാം. അതേ വഴുതനങ്ങയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ഗുണമുണ്ടോ എന്നുള്ളത് നമ്മൾ തിന്നുമ്പോൾ അറിയാം. അതേ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കൊക്കെ അന്യായ വിലയായതുകൊണ്ട് ഞാൻ ഇച്ചിരി ആയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുള്ളൂ. വേണമെങ്കിൽ ലേശം പച്ചവെള്ളം ചേർക്കാം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതേ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആയിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോണ രീതിയിലാക്കരുത് കേട്ടോ. ഇത് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില ഇല്ലാത്തതാണ് ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചപ്പൊന്നും പറിച്ചിടണ്ട, കറിവേപ്പില മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടാൽ കൊടുത്തതേ അടി മൂടി അങ്ങോട്ട് മറിച്ച് അവന്മാരെയൊക്കെ അങ്ങോട്ട് പൊള്ളിച്ച് അങ്ങോട്ട് എടുക്കാം നമുക്ക്. കയ്യും കഴുത്തും ഒക്കെ അങ്ങോട്ട് പൊള്ളി വേവട്ട്. അതുപോലെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലർ മറിയില്ല കേട്ടോ, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ പിടിച്ച് മറിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച സംഭവമൊന്നുമല്ല കേട്ടോ, യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്തതാണ്.
അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. പുള്ളിയൊക്കെ വരണ്ട്, കാണാനൊക്കെ വലിയ കുഴപ്പമില്ല. മീൻ വറുത്തതുപോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് ചെയ്തത്. അപ്പോൾ ഒരു തവണ ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത് ചോറിന് കറിയാക്കാൻ വേണ്ടിയാണ് ആക്കിയത്. അപ്പം നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് ആൾക്ക് അറിയാൻ വയ്യ വിശന്നാൽ ഞാൻ ഒരു കഷ്ണം കേക്കായിട്ട് എടുത്തില്ല. ഇത് കേൾക്കുന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. ഇത് കേക്ക് മൈദപ്പൊടി പഞ്ചസാരയും കൂട്ടിയിട്ട് ആരും കേക്കാന്ന് പറഞ്ഞ് കൊടുക്കാന്നെ വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് കേക്കിന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. മധുരം വെറും മധുരമാണ് ഉണ്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ഭക്ഷണം ഒട്ടും വേണ്ടാത്തതാണ് ഞാൻ. അങ്ങനെ ബേക്കറിയൊന്നും ഞാൻ തിന്നില്ല, തീരെ തിന്നില്ല. ഭക്ഷണമൊന്നും തീരെ പറ്റില്ല. അതുകൊണ്ട് കേക്ക് വെച്ചിട്ട് ആർക്കും തന്ന് ഞാൻ വിചാരിക്കണ്ട കേട്ടോ. നിങ്ങളെ പങ്ക് വെച്ചു നിങ്ങൾക്ക് തന്നെ ഞാൻ തരില്ല. ഞാൻ ആരും സാധനം പിടിച്ച് തന്നത് കണ്ടോ. എല്ലാവരുടെ പങ്കും ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും കിട്ടിയില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട കേട്ടോ. അതെ, അപ്പോഴത്തേക്കും നമ്മുടെ സാധനമൊക്കെ ഒന്നുകൂടെ നോക്കാമല്ലോ നമുക്ക്. നല്ലപോലെ മുരിഞ്ഞു വന്നിട്ട് കണ്ടോ. ചിലത് കരിഞ്ഞും പോയിട്ടോ. ഇനിയിപ്പോൾ നമ്മളല്ലേ കഴിക്കണേ. കരിഞ്ഞതായാലും പൊട്ടയായാലും ഇപ്പം ഞാനല്ലേ കഴിക്കുന്നത്. ആർക്കും പരാതി പറയുന്നില്ല. ഒന്ന് ചാടിയും പോയി. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഞാനത് തിന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. മധുരം തിന്നുകൊണ്ട് എനിക്ക് അപ്പം തന്നെ ചോറണം പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം, എന്നിട്ട് കൊള്ളാമോ എന്നൊരു അഭിപ്രായം പറഞ്ഞു. എനിക്ക് കൊള്ളുമില്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനിത് വേറെ ആൾ ചെയ്യുന്ന കണ്ടാട്ടോ ചെയ്തത്. അപ്പോൾ ഇത് തിന്നിട്ട് വലിയ നല്ല അഭിപ്രായമാണ്. നിങ്ങൾ നല്ല കമൻറ്റ് ഇട്ടോ. എനിക്ക് കൊള്ളുമില്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് വന്നിട്ടില്ല എന്ന് ചിന്തിച്ചാൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. മിണ്ടാതിരിക്കട പട്ടികളെ. പട്ടികൾ പിന്നെയും കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് പട്ടികളോടല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോറി. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കേ.